മലപ്പുറം ജില്ലയിലെ ഈ കൊച്ചു ഗ്രാമം ഇന്ന് അറിവിന്റെയും കരുണയുടെയും മഹാമാതൃകയായി മാറിയിരിക്കുകയാണ്. സ്വലാത്ത് നഗർ ആസ്ഥാനമായി 1997 ആരംഭിച്ച മഅദിൻ അക്കാദമി നന്മയിലും ധാർമ്മിക ബോധത്തിലും അധിഷ്ഠിതമായ വിജ്ഞാന വിപ്ലവത്തിനാണ് തിരികൊളുത്തിയിരിക്കുന്നത്. അന്നവും അറിവും നൽകി പുതിയ ജീവിത സ്വപ്നങ്ങളിലേക്കും പ്രതീക്ഷകളിലേക്കും മഅദിൻ വഴി നടത്തുന്നു. പ്രൈമറി തലം തൊട്ട് ബിരുദാനന്തര തലം വരെയുള്ള പഠനങ്ങൾക്ക് സൗകര്യമൊരുക്കുന്ന സ്വലാത്ത് നഗർ അറിവിനെ അമൃതായി കരുതുന്നവരുടെ ആശ്രയ കേന്ദ്രമാണ്. ആയിരക്കണക്കിന് കുരുന്നുകൾക്ക് അറിവും അന്നവും നൽകി മഹത്തായൊരു വിജ്ഞാന വിപ്ലവത്തിന് തിരികൊളുത്തിയിരിക്കുകയാണിവിടെ. സ്നേഹത്തിന്റെയും അംഗീകാരത്തിന്റെയും ചെറുഭാവങ്ങൾ പോലും ജീവനായി കരുതുന്ന മനുഷ്യജന്മങ്ങളുണ്ട് നമുക്കിടയിൽ. സമൂഹത്തിന്റെ മുഖ്യധാരയിൽ നിന്ന് അകറ്റി നിർത്തപ്പെടുകയും ആട്ടിയോടിക്കപ്പെടുകയും ചെയ്തവർ, അനാഥർ, ആലംബഹീനർ, ശാരീരിക മാനസിക വൈകല്യങ്ങൾ ബാധിച്ചവർ, പ്രകൃതി ദുരന്തങ്ങളിലും ദുരിതങ്ങളിലും അകപ്പെട്ടവർ, നിസ്സഹായമായ ഈ ജീവിതങ്ങളിലേക്ക് ആശയും പ്രകാശവും കോരിയിടുകയാണ് മഅദിൻ അക്കാദമി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. മഅദിൻ ക്യാമ്പസിലേക്ക് ഒഴുകിയെത്തുന്ന ജനലക്ഷങ്ങൾ ഈ സ്ഥാപനത്തെ ഒരു മഹത്തായ പ്രസ്ഥാനമാക്കി മാറ്റിയിരിക്കുന്നു. ജനമനസ്സുകളിലാണ് ഈ പ്രസ്ഥാനത്തിന്റെ വേരുകൾ. നൊമ്പരങ്ങൾ ഇറക്കിവെക്കാനും അല്ലാഹുവിന്റെ കൃപാകടാക്ഷങ്ങൾ ഇരുന്നു വാങ്ങാനുമുള്ള പ്രാർത്ഥനാ നഗരിയാണിന്ന് വിശ്വാസികൾക്ക് സ്വലാത്ത് നഗർ. കഷ്ടപ്പാടുകളിലേക്കും ദൈന്യതകളിലേക്കും ഇറങ്ങിച്ചെന്നുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ ഈ ക്യാമ്പസിനെ ജീവസുറ്റതാക്കുന്നു. ബുദ്ധിമാന്ദ്യ പരിചരണ കേന്ദ്രം, അനാഥാലയം, അന്ധവിദ്യാലയം, ബദിര വിദ്യാലയം, ശരീഅത്ത് കോളേജ്, തഹ്ഫീദുൽ ഖുർആൻ കോളേജ്, സെൻട്രൽ സ്കൂൾ, ഹയർ സെക്കൻഡറി സ്കൂൾ, സ്കൂൾ ഓഫ് എക്സലൻസ്, ഹൈസ്കൂൾ, ബോർഡിംഗ് സ്കൂൾ, റെസിഡൻഷ്യൽ സ്കൂൾ, ഇംഗ്ലീഷ് മീഡിയം പബ്ലിക് സ്കൂളുകൾ, ദഅ്വ കോളേജുകൾ, ബോർഡിംഗ് സ്കൂൾ, ലൈബ്രറി ആൻഡ് റിസർച്ച് സെന്റർ, സ്കൂൾ ഓഫ് ഖുർആൻ, മോഡൽ അക്കാദമി, ലാംഗ്വേജ് റിസോഴ്സ് സെന്റർ, ഇൻഡസ്ട്രിയൽ ട്രെയിനിംഗ് സെന്റർ, ഹോം സയൻസ് സെന്റർ, ഡി അഡിക്ഷൻ കെയർ എന്നീ സ്ഥാപനങ്ങളാണിപ്പോൾ മഅദിൻ കമ്മിറ്റിക്ക് കീഴിലുള്ളത്. മഅദിൻ മുന്നോട്ട് വയ്ക്കുന്ന കാരുണ്യ ദർശനത്തിന്റെ പ്രതീകങ്ങളായി നിലകൊള്ളുന്ന സ്ഥാപന സംരംഭങ്ങളുടെ ദൃശ്യാനുഭവത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയും കരുതലും ക്ഷണിക്കുകയാണ്. ബിയദിഹിൽ മുൽക്കു വഹുവ അലാ കുല്ലി ശൈഇൻ ഖദീർ. കരുണയുള്ളവർക്ക് ഈ കാഴ്ചകൾ കാണാതിരിക്കാനും വാക്കുകൾ കേൾക്കാതിരിക്കാനുമാവില്ല. ഇരുളും വെളിച്ചവും തിരിച്ചറിയാനാവാത്ത ഈ പിഞ്ചു ബാല്യങ്ങൾ പക്ഷേ അകക്കാഴ്ചയുള്ളവരാണ്. പ്രകാശത്തിന്റെ വാതിലുകൾ കൊട്ടിയടയ്ക്കപ്പെട്ടെങ്കിലും ജീവിതത്തെക്കുറിച്ച് ഇവർക്ക് നിരാശയില്ല. ഇരുളടഞ്ഞ കാഴ്ച ചലനങ്ങളെ തോൽപ്പിച്ചെങ്കിലും ഇവരുടെ ചിന്തകളിൽ ഉണർവുണ്ട്. മഅദിൻ അന്ധവിദ്യാലയം ഇവരുടെ ജീവിതത്തിൽ പ്രകാശത്തിന്റെ പുതിയ ജാലകങ്ങൾ തുറന്നിട്ടിരിക്കുന്നു. അതിലൂടെ അവർ തങ്ങളുടെ സ്വപ്നങ്ങൾ നെയ്തെടുക്കുന്നു. യാഥാർത്ഥ്യത്തിലേക്കുള്ള വഴിത്താരകൾ കണ്ടെത്തുന്നു.
അളവറ്റ ജിജ്ഞാസയും അതിരില്ലാത്ത ആഗ്രഹവും മനുഷ്യ സഹജമാണ്. പരിമിതികളെ മറികടക്കാനുള്ള അന്വേഷണം പുതിയ കണ്ടുപിടുത്തങ്ങളിലേക്ക് നയിക്കുന്നു. നാളിതുവരെ നേടിയ അറിവും മനുഷ്യഭാവനയും ഒന്നിച്ചു ചേരുമ്പോൾ പുതിയ കണ്ടുപിടുത്തങ്ങൾ സംഭവിക്കുന്നു. ഈ പിഞ്ചു ബാല്യങ്ങൾക്ക് കൈത്താങ്ങാകാനും അവരുടെ പകലിരവുകളിൽ കളിച്ചിരികൾ നിറയ്ക്കാനും വേണ്ട എല്ലാ അടിസ്ഥാന സാഹചര്യങ്ങളും മഅദിൻ ഏർപ്പെടുത്തിയിരിക്കുകയാണ്. വിദ്യാഭ്യാസ ചെലവുകളെല്ലാം തീർത്തും സൗജന്യമായി വഹിക്കുന്ന മഅദിൻ ഈ കുട്ടികളിലെ കാഴ്ചയെ മറച്ച ഇരുളിനെ നീക്കാനുള്ള വിദഗ്ധ ചികിത്സയും നൽകി വരുന്നുണ്ട്. ഇതിന്റെ ഫലമായി ഏതാനും വിദ്യാർത്ഥികൾ പതുക്കെയാണെങ്കിലും കാഴ്ചശക്തി വീണ്ടെടുത്തിരിക്കുകയാണ്. ഇവിടെ വന്നപ്പോൾ പല കുട്ടികൾക്കും നടക്കാൻ വരെ അറിയില്ലായിരുന്നു, എങ്ങനെ ചോറ് കഴിക്കണം എന്നുള്ളത് അറിയില്ലായിരുന്നു, കുളിക്കാൻ അറിയില്ലായിരുന്നു. ഇവരൊക്കെ ആ കാര്യത്തിൽ മിടുക്കന്മാരായി തീർന്നിരിക്കുകയാണ്. ഇവിടെ വന്നപ്പോൾ നിരങ്ങി നടന്ന കുറേ കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു. അവർക്ക് നടക്കാൻ പോലും അറിയില്ലായിരുന്നു. അവരൊക്കെ തന്നെ ഇപ്പോൾ ഉഷാറായിട്ട് രണ്ട് കാലുമേൽ തന്നെ ശരിക്ക് നടക്കുന്നതായിട്ട്, യാതൊരു പേടിയും കൂടാതെ നടക്കുന്നതായിട്ട് കാണുമ്പോഴേ ഞങ്ങൾക്ക് വളരെ സന്തോഷമാണ്, അഭിമാനമുണ്ട്. ഒരു കണ്ണിലെ വെളിച്ചം തിരിച്ചു വരുമ്പോൾ ഒപ്പം അനേകം ജീവിതങ്ങളാണ് വീണ്ടെടുക്കപ്പെടുന്നത്. ദൈന്യ ജീവിതങ്ങളുടെ വീണ്ടെടുപ്പിനുള്ള സംരംഭങ്ങളോട് സഹകരിക്കുവാനുള്ള സുമനസ്സുകളെയാണ് മഅദിൻ തേടുന്നത്. അന്തർക്കുവേണ്ടി പ്രത്യേകം പഠന പരിശീലന രീതികൾ കണ്ടെത്തി അവ നടപ്പിലാക്കാൻ മഅദിൻ സ്പെഷ്യൽ സ്കൂളിന് സാധിച്ചിട്ടുണ്ട്. മതധാർമ്മിക പഠനത്തിന് പ്രത്യേക സിലബസ് പ്രകാരമുള്ള ബ്രൈലി പാഠപുസ്തകങ്ങൾ മഅദിൻ തയ്യാറാക്കി കഴിഞ്ഞു. ഈ രംഗത്ത് വളരെ അപൂർവമായതും കാലം ആവശ്യപ്പെടുന്നതുമായ ദൗത്യമാണ് സ്ഥാപനം നടപ്പിലാക്കിയത്. ബ്ലൈൻഡ് സ്കൂളിലെ അന്തേവാസികളല്ലാത്ത അന്തർക്കുവേണ്ടി പരിശീലന പരിപാടികളും മാർഗദർശക ക്യാമ്പുകളും മഅദിൻ സംഘടിപ്പിക്കുന്നു. കാഴ്ചശക്തിയില്ലാത്തവരുടെ വിവിധ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനും ഉന്നതമായ ലക്ഷ്യങ്ങൾ നേടിയെടുക്കുന്നതിനായി അവരുടെ കൂട്ടായ്മയുണ്ടാക്കാനും മഅദിൻ മുൻകൈയെടുത്തു. ഈ പദ്ധതിയുടെ ഭാഗമാകാൻ ഓരോ മാസവും 100 കണക്കിന് അന്തർ മഅദിൻ ക്യാമ്പസിലെത്തുന്നു. ആംഗ്യങ്ങളും അടയാളങ്ങളും അക്ഷരങ്ങളാക്കുന്നവർ. കേൾവിയുടെ ലോകത്തെപ്പറ്റി ഇവർക്കറിയില്ല. ശബ്ദപ്രപഞ്ചം അന്യമായവരുടെ വേദനകളും യാതനകളും ഇവരിൽ നിന്നും നമുക്ക് വായിച്ചെടുക്കാം. ബദിര വിദ്യാർത്ഥികൾക്കായുള്ള പ്രത്യേക ക്യാമ്പസിൽ എല്ലാ അടിസ്ഥാന സൗകര്യങ്ങളുമുണ്ട്. ഭക്ഷണവും വസ്ത്രവും താമസവുമെല്ലാം ഇവർക്ക് സൗജന്യമായി ഒരുക്കിയിരിക്കുന്നു. ബദിരതയെ തോൽപ്പിക്കാനുള്ള പ്രത്യേക പരിശീലനം വിദ്യാർത്ഥികൾക്ക് നൽകുന്നുണ്ട്. ആംഗ്യങ്ങൾക്കും താളങ്ങൾക്കുമപ്പുറം ശബ്ദവീചികളുടെയും വാക്കുകളുടെയും യാഥാർത്ഥ്യത്തിലേക്ക് ഈ പിഞ്ചു കുഞ്ഞുങ്ങൾ ആനയിക്കപ്പെടുകയാണ്. ഈ ജീവിതങ്ങൾക്ക് കരുത്തും കാമ്പുമായി നിൽക്കുന്നത് മഅദിൻ നൽകുന്ന കാരുണ്യത്തിന്റെ കൈനീട്ടമാണ്. വൈകല്യങ്ങളെ തോൽപ്പിക്കാൻ പോന്ന ഓജസ്സുണ്ട് ഈ ബാല്യങ്ങളിൽ. അവയെ കണ്ടെത്തുകയും പരിപോഷിപ്പിക്കുകയുമാണ് മഅദിൻ ചെയ്യുന്നത്.
മനസ്സിനെ തളർത്തിയില്ലെങ്കിൽ ശാരീരിക വൈകല്യത്തെയും കരുത്താക്കിയെടുക്കാം. എന്നാൽ മാനസിക വൈകല്യം ബാധിച്ചവരുടെ ജീവിതങ്ങൾക്ക് പകരം വയ്ക്കാൻ എന്താണുള്ളത്? ചുറ്റുമുള്ളവരുടെ അനുഭാവപൂർണമായ പരിചരണവും പരിഗണനയും മാത്രമേ ഇവരെ മനുഷ്യരായി നിലനിർത്തൂ. ബുദ്ധിമാന്ദ്യമുള്ളവരുടെ കഷ്ടപ്പാടുകളും യാതനകളും മനസ്സിലാക്കിക്കൊണ്ടാണ് ഇവർക്കു വേണ്ടിയുള്ള പ്രത്യേക പരിചരണ കേന്ദ്രം മഅദിൻ ആരംഭിച്ചത്. മാനസിക വൈകല്യം ബാധിച്ചവരുടെ യാതനകളും വേദനകളും കാണാനും അവരെ പുത്തൻ ജീവിത വഴിയിലേക്ക് ആനയിക്കാനും സ്ഥാപനത്തിന് പദ്ധതികളുണ്ട്. ജീവിതധർമ്മവും ശാരീരിക ഗുണങ്ങളും ഇവിടെ അപ്രസക്തമാവുന്നു. ബോധത്തിനപ്പുറമുള്ള ലോകമാണ് ഇവരുടേത്. ഇവിടെ മനുഷ്യപ്പറ്റിനും കരുണയ്ക്കും മാത്രമാണ് പ്രസക്തി. ബുദ്ധിമാന്ദ്യ പരിചരണ കേന്ദ്രത്തിലെത്തുന്ന 100 കണക്കിന് അപേക്ഷകരെയെല്ലാം ഉൾക്കൊള്ളാനാവുന്നില്ല. പരിമിതമായ സൗകര്യങ്ങൾക്കുള്ളിലും ഇവർക്കു വേണ്ട എല്ലാ സംവിധാനങ്ങളും ഇവിടെ ഒരുക്കിയിരിക്കുന്നു. സാമ്പ്രദായിക വിദ്യാഭ്യാസ രീതിയിൽ നിന്നും വ്യത്യസ്തമായ സ്വഭാവശീലനവും ശിക്ഷണവുമാണിവിടെ പ്രധാനം. തുടർച്ചയായ നിരീക്ഷണങ്ങളിലൂടെ മാത്രമേ വൈകല്യത്തിന്റെ ചാപല്യങ്ങൾ മാറ്റിയെടുക്കാനാവുകയുള്ളൂ. ഭക്ഷണവും വസ്ത്രവും താമസ സൗകര്യവുമെല്ലാം മഅദിൻ ഇവർക്കായി ഒരുക്കിയിരിക്കുന്നു. കൈത്തൊഴിലുകൾ പരിശീലിപ്പിച്ചും നിരീക്ഷണ പാഠവും വർദ്ധിപ്പിച്ചും ഈ ദൈന്യ ജീവിതങ്ങളെ മഅദിൻ കൈപിടിച്ചുയർത്തുന്നു. സമൂഹത്തിൽ നിന്ന് മാറ്റി നിർത്തുകയല്ല, ജീവിത യാഥാർത്ഥ്യങ്ങളിലേക്ക് അടുപ്പിച്ചു നിർത്തുകയാണിവിടെ. സ്നേഹപൂർണമായ പരിചരണവും പരിശീലനവും ഈ കുട്ടികളിൽ ഊർജവും ഉത്സാഹവും നിറയ്ക്കുന്നു. അവരുടെ ജീവിതങ്ങളിൽ കളിച്ചിരിയും കിനാക്കളും നിറയുന്നു. മനുഷ്യത്വവും മനുഷ്യപ്പറ്റും ചേർത്ത് നിർത്തിക്കൊണ്ട് മഅദിൻ ഒരുപാട് ജീവിതങ്ങളെയാണ് കണ്ണീർ കയത്തിൽ നിന്നും കരകയറ്റുന്നത്. ഇത്തരത്തിലുള്ള ഒരു പിഞ്ചുകുട്ടിക്കെങ്കിലും കൈത്താങ്ങാകാൻ ഭാഗ്യം സിദ്ധിച്ചവർ ധന്യരായി. പങ്കുവെച്ച് പരിഹാരം കാണപ്പെടേണ്ട മനുഷ്യാവസ്ഥകളുണ്ട് ജീവിതത്തിൽ. അനാഥരുടെ വേദനകൾ പങ്കുവെച്ച് പരിഹരിച്ചു നൽകുക ഇതിൽ ഏറ്റവും മഹത്തരമായതാണ്. വറുതിയും വ്യഥയും പറിച്ചെടുത്ത് പിഞ്ചു പൈതങ്ങളെ സ്നേഹത്തിന്റെ തണലിലേക്ക് വഴി നടത്തുകയാണ് മഅദിൻ യതീംഖാന. ഇത് ആശ്വാസത്തിന്റെ ആലയമാണ്. ഇവിടെ എത്തിയവർ വീണ്ടും അനാഥരാകുന്നില്ല. ഇവർക്കൊപ്പം ഒരു കുടുംബവും സമൂഹവും സനാഥരാവുകയാണ്. പ്രൈമറി തലം തൊട്ട് PG തലം വരെയുള്ള പഠനത്തിന് അനാഥർക്ക് അവസരം നൽകുന്നു. സ്കോളർഷിപ്പുകൾ നൽകി അർഹരായവർക്ക് അവസരങ്ങളുടെ വാതിലുകൾ തുറന്നുകൊടുക്കാനും മഅദിൻ മുന്നോട്ട് വന്നിട്ടുണ്ട്. കൈത്തൊഴിലുകൾ അഭ്യസിക്കുന്നതിനും ഇവിടെ അവസരമുണ്ട്. ഇവിടെ നഷ്ടബാല്യങ്ങളില്ല. നാളെയുടെ വാഗ്ദാനങ്ങളായി അവർ ഈ ക്യാമ്പസിന്റെ ശീതളിമയിൽ വളരുന്നു.
അവർക്കിവിടെ ഒരുപാട് മാതാക്കളും പിതാക്കളുമുണ്ട്. ഭക്ഷണവും വസ്ത്രവും ചികിത്സയുമെല്ലാം തീർത്തും സൗജന്യമായി നൽകുന്നു. തങ്ങളുടെ ജീവിതത്തിൽ ഉണർവ് നിറച്ചവർക്കായി അവർ കാത്തുവയ്ക്കുന്നത് സ്നേഹപൂർണമായ പ്രാർത്ഥനകളാണ്. വിശുദ്ധ വേദത്തിന്റെ പഠനവും പാരായണവും വിജയത്തിന്റെ വഴിയാണ്. ഈ മാർഗത്തിലുള്ള വിപുലമായൊരു പഠന കേന്ദ്രത്തിന് മഅദിൻ തുടക്കമിട്ട് കഴിഞ്ഞു. ഹിഫ്ലുൽ ഖുർആൻ കോളേജ് ഖുർആൻ പഠനത്തിന് മുഖവരയിടുകയാണ്. പിഞ്ചുപ്രായം തൊട്ടേ ഈ വിശുദ്ധ തീരമണയുകയാണ് ഇവിടുത്തെ അന്തേവാസികൾ. പാരായണ ശാസ്ത്രം, വ്യാഖ്യാനം, മനപ്പാഠം എന്നിവയ്ക്കാണ് സിലബസിൽ പ്രാമുഖ്യം. പൊതുജനങ്ങൾക്ക് ഖുർആൻ പഠനത്തിനുള്ള വാരാന്ത വേദിയാണ് സ്കൂൾ ഓഫ് ഖുർആൻ. ഇതിനു കീഴിൽ ഞായറാഴ്ചകളിൽ നടക്കുന്ന പഠനവേദി മഅദിൻ ക്യാമ്പസിലെ വേറിട്ട കാഴ്ചയാണ്. തിരുനബിയുടെ കാലത്ത് മദീന പള്ളിയിൽ നിലവിൽ വന്ന പഠനവേദികളുടെ പിന്തുടർച്ചയാണ് കേരളത്തിലെ പള്ളി ദർസുകൾ. ജ്ഞാനബോധത്തിന്റെ ഈ മാതൃഗേഹങ്ങൾ പിന്നീട് ശരീഅത്ത് കോളേജുകൾക്ക് അടിസ്ഥാനമായി. മഅദിൻ ശരീഅത്ത് കോളേജ് ഇവ രണ്ടിന്റെയും സുന്ദരമായ സംയോജനമാണ്. മതവിഷയങ്ങളിൽ ആഴത്തിലുള്ള പഠനത്തിനുതകും വിധമാണ് ഇവിടുത്തെ സിലബസ്. ഖുർആൻ, ഹദീസ്, കർമ്മശാസ്ത്രം, ഭാഷാശാസ്ത്രം തുടങ്ങിയവയിലാണ് ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ടുള്ളത്. പ്രൈമറി തലം തൊട്ട് ഹയർ സെക്കൻഡറി തലം വരെയുള്ള പഠനത്തിന് ധാർമ്മിക ചുറ്റുപാട് ഒരുക്കി നൽകുവാനാണ് മഅദിൻ റെസിഡൻഷ്യൽ സ്കൂളുകൾ തുടങ്ങിയത്. ഇത് വലിയൊരു വിജയമായി മാറി. ബാല്യചാബല്യങ്ങളുടെ വഴിയിൽ ഇരുണ്ട ഭാവിയിലേക്ക് നടന്നെടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് വഴിവെളിച്ചമാണ് ഈ സംവിധാനം. മഅദിൻ ക്യാമ്പസിലെ മികവിന്റെ മുദ്രയാണ് പബ്ലിക് സ്കൂൾ. അതിശീഘ്രമുള്ള വളർച്ചയുടെ ഗ്രാഫ് സ്വന്തമാണ് ഈ സ്ഥാപനത്തിന്. വളരുന്ന ലോകത്തിന്റെ ഭാഷയായ ഇംഗ്ലീഷ് അതിന്റെ എല്ലാ സൗന്ദര്യത്തോടുമൊപ്പം സ്വന്തമാക്കാൻ ഈ വിദ്യാലയം അവസരമൊരുക്കുന്നു. അനുസരണയാണ് ആദ്യ അക്ഷരമെന്ന് ഇവർ തിരിച്ചറിയുന്നു. അറിവാണ് ആയുധമെന്ന പാഠം ഈ വിദ്യാനിലയം പകർന്നുകൊടുക്കുന്നു. മതമില്ലാത്ത ശാസ്ത്രമല്ല ഇവിടെ നിന്ന് അഭ്യസിക്കുന്നത്. മതഭൗതിക മണ്ഡലങ്ങളിൽ ഒരുപോലെ ആഴത്തിലുള്ള പഠനമൊരുക്കുകയാണ് ദൗവ കോളേജിലൂടെ. മഹിതമായ മതശിക്ഷണത്തോടുകൂടി പുതിയ ലോകത്തിന്റെ ജ്ഞാന വളർച്ചയോടൊപ്പം മുന്നേറാൻ വിദ്യാർത്ഥികളെ സജ്ജരാക്കുന്നു. ഇവിടെ അക്കാദമിക് കടുംപിടുത്തങ്ങളില്ല. വിദ്യാർത്ഥികളുടെ അഭിരുചിക്കും താൽപര്യത്തിനുമാണ് മുൻഗണന. അറിവിന്റെ സാധ്യമായ വഴികളിലേക്കൊക്കെ അവർക്ക് കടന്നു ചെല്ലാം. ശക്തമായ ധാർമ്മികാടിത്തറയിൽ നിന്നുകൊണ്ട് പൊതുചലനങ്ങളെ അടുത്തറിയാനും സ്വന്തമാക്കാനും കഴിയും. വിഷ്വൽ ലൈബ്രറി, ലിംഗ്വിസ്റ്റിക് ലാബ്, ഈ ലെക്ചറുകൾ, ഇന്റൻസീവ് കോച്ചിംഗ്, ലേണിംഗ് പ്രോഗ്രാമുകൾ തുടങ്ങിയവയിലൂടെയാണ് ഇത് സാധ്യമാകുന്നത്. സയ്യിദ് ഇബ്രാഹിമുൽ ഖലീലുൽ ബുഖാരിയുടെ
അനുപമ നേതൃത്വമാണ് മഅദിൻ പ്രസ്ഥാനത്തിന്റെ പദ്ധതികൾക്കും പ്രവർത്തനങ്ങൾക്കും വൻ സ്വീകാര്യത ലഭിക്കാൻ കാരണം. കേരളത്തിലെ തിരുനബി താവഴിയിൽ നിന്നുള്ള ഈ വിശുദ്ധ വ്യക്തിത്വത്തിന്റെ ദീർഘദർശിത്വത്തോടു കൂടിയുള്ള മുന്നേറ്റങ്ങൾ മുസ്ലിം കൈരളിയുടെ അഭിമാനമാണ്. സമൂഹത്തിലെ എല്ലാവരാലും അവഗണിക്കപ്പെടുകയും അവസരങ്ങൾ നിഷേധിക്കപ്പെടുകയും ചെയ്ത ബുദ്ധിമാന്ദ്യമുള്ളവർ, കാഴ്ചശക്തിയും കേൾവിശക്തിയും ഇല്ലാത്തവർ തുടങ്ങിയ വിഭാഗങ്ങൾക്ക് ധാർമ്മികമായ പിന്തുണയും പ്രോത്സാഹനവും നൽകാനുള്ള സംരംഭങ്ങൾ ഇതിനകം ഏവരുടെയും ശ്രദ്ധയാകർഷിച്ചു കഴിഞ്ഞു. തിരുനബി സ്നേഹത്തിന്റെ അതുല്യമായ വിളംബരമായി എല്ലാ മാസവും സയ്യിദ് ഇബ്രാഹിമുൽ ഖലീലുൽ ബുഖാരിയുടെ നേതൃത്വത്തിൽ സ്വലാത്ത് നഗറിൽ നടക്കുന്ന പ്രാർത്ഥനാ സമ്മേളനം പതിനായിരക്കണക്കിന് കുടുംബങ്ങളുടെ ആശ്രയമാണ്. സമൂഹത്തിൽ വ്യത്യസ്ത കാരണങ്ങളാൽ ദുരിതമനുഭവിക്കുന്നവർക്ക് തങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും ഇറക്കിവെക്കാനുള്ള അത്താണിയായി മാറിയിരിക്കുന്നു 4 നൂറ്റാണ്ടു മുമ്പ് ഖലീലുൽ ബുഖാരി ആരംഭിച്ച് ഇന്നും ഒരു മുടക്കവുമില്ലാതെ നടന്നുവരുന്ന സ്വലാത്ത് മജ്ലിസ്. രാജ്യസ്നേഹത്തിന്റെയും പാരസ്പര്യത്തിന്റെയും ഉത്തമമായ പാഠങ്ങളും ആദർശനിഷ്ഠയുടെ തെളിമയാർന്ന ദർശനങ്ങളും പ്രകാശിപ്പിക്കുന്ന ഈ വേദി ഇന്ന് ലോക മുസ്ലിം കൂട്ടായ്മകളിൽ അതുല്യമായി മാറിയിട്ടുണ്ട്. വിശുദ്ധ റംളാനിൽ നടക്കുന്ന പ്രാർത്ഥനാ സംഗമം പുണ്യമാസത്തിലെ ഏറ്റവും വലിയ മുസ്ലിം കൂട്ടായ്മകളിലൊന്നായി എണ്ണപ്പെട്ടുവരുന്നു. കാരുണ്യരംഗത്തെ മഹത്തായ ഇടപെടലുകൾക്കൊപ്പം ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് ദിഷണാപൂർവമായ മുന്നേറ്റവും മഅദിൻ നടത്തി. എജു പാർക്ക് എന്ന പേരിൽ 100 ഏക്കർ ഭൂമിയിൽ വ്യാപിച്ചു കിടക്കുന്ന ഈ വൈജ്ഞാനിക സമുച്ചയത്തിൽ പോളിടെക്നിക് കോളേജ്, ആർട്സ് ആൻഡ് സയൻസ് കോളേജ്, സ്പാനിഷ് അക്കാദമി തുടങ്ങിയ 26ഓളം സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നു. സിവിൽ, മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ, കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് കോഴ്സുകളാണ് പോളിടെക്നിക്കിലുള്ളത്. രാജ്യാന്തര ടെക്നിക്കൽ ക്യാമ്പസുകളോട് കിടപിടിക്കുന്ന മികച്ച സൗകര്യങ്ങളും അക്കാദമിക് നിലവാരവും ഇതിന്റെ പ്രത്യേകതയാണ്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ അംഗീകാരത്തോടെയുള്ള ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ ബിസിനസ്, കൊമേഴ്സ്, മൈക്രോബയോളജി തുടങ്ങിയ നിരവധി കോഴ്സുകളിൽ 1000ഓളം വിദ്യാർത്ഥികൾ പഠനം നടത്തിക്കൊണ്ടിരിക്കുന്നു. കഴിവും യോഗ്യതയും എമ്പാടുമുണ്ടായിട്ടും വിദേശ ഭാഷകൾ ഉപയോഗിക്കാൻ കഴിയാത്തതിനാൽ പഠനവും പരിശീലനവും കഴിഞ്ഞിറങ്ങുന്ന പുതിയ തലമുറയ്ക്ക് സ്വദേശത്തും വിദേശത്തുമുള്ള ഉന്നത ജോലിയിലേക്ക് പ്രവേശിക്കാൻ സാധിക്കുന്നില്ല. ഇതിനുള്ള പരിഹാരമായി മഅദിന്റെ ശ്രദ്ധേയമായ കാൽവെപ്പുകളായിരുന്നു മഅദിൻ ഇംഗ്ലീഷ് വില്ലേജും സ്പാനിഷ് അക്കാദമിയും. ഇംഗ്ലീഷ്, സ്പാനിഷ് ഭാഷാ രംഗത്ത് വിവിധ രൂപത്തിലുള്ള കമ്മ്യൂണിക്കേറ്റീവ് പരിശീലനങ്ങളാണ് ഇവിടെ നൽകുന്നത്. സ്വദേശത്തും വിദേശത്തും ജോലി തേടി പോകുന്നവർ ശാസ്ത്രീയമായി ചിട്ടപ്പെടുത്തിയ ക്യാമ്പുകളിലൂടെ തുച്ഛമായ ദിവസങ്ങൾ കൊണ്ട് ഇംഗ്ലീഷ് ഭാഷാ പരിജ്ഞാനം ഇവിടെ നിന്ന് ആർജിച്ചെടുക്കുന്നു. മഅദിൻ ഡി അഡിക്ഷൻ കെയർ എന്ന പേരിലുള്ള മദ്യവിമോചന ചികിത്സാ സംവിധാനം മഅദിന്റെ പുതിയ സാമൂഹ്യ സേവന സംരംഭമാണ്. മദ്യപാനികളെ ഒരു മാസക്കാലത്തെ പ്രത്യേകമായ ജീവിത രീതിയിലൂടെ താമസിപ്പിച്ച് ഊഷ്മളമായ സാധാരണ ജീവിതത്തിലേക്ക് ഇതിലൂടെ തിരിച്ചു കൊണ്ടുവരുന്നു. ടെക്നോറിയം എന്ന പേരിൽ പുതുമയാർന്ന ഒരു വിദ്യാഭ്യാസ പദ്ധതി മഅദിൻ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ടെക്നോളജിയുടെ വളർച്ചയ്ക്കൊപ്പം പുതിയ തലമുറയെ വഴിനടത്താനാവശ്യമായ 10ഓളം സാങ്കേതിക വിദ്യാ ക്യാമ്പസുകളാണ് ഇവിടെയുണ്ടാവുക. കരുണയും ധർമ്മവും അടിത്തറയാക്കി വളരുന്ന മഅദിൻ പ്രസ്ഥാനത്തിന് പിന്തുണയേകാൻ എല്ലാവരോടും അഭ്യർത്ഥിക്കുകയാണ്. കാലഘട്ടങ്ങളെ പ്രകാശമാനമാക്കിയ വ്യക്തികളും പ്രസ്ഥാനങ്ങളും അവയ്ക്കൊപ്പം നടന്ന വിശ്വാസി കൂട്ടായ്മകളുമാണ് ചരിത്രഗതിയെ തന്നെ മാറ്റിമറിച്ചത്. മഅദിൻ നേതൃത്വം നൽകുന്ന അത്തരമൊരു മുന്നേറ്റത്തിന്റെ ഭാഗമാകാതിരിക്കാൻ സുമനസ്സുള്ളവർക്ക് കഴിയുകയില്ല. മഅദിൻ അക്കാദമി, സ്വലാത്ത് നഗർ, മലപ്പുറം. ഫോൺ 0483273843. വെബ്സൈറ്റ് www.mahdinonline.com. ഇമെയിൽ info@mahdinonline.com. Donate online www.reasonformercy.com. For mails and updates, like us on Facebook,
Subscribe on YouTube.